ഗസ സമാധാന ബോർഡിലേക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വ്യക്തികളുടെ ലിസ്റ്റിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഗസ എക്സിക്യൂട്ടീവ് സമിതിയെ ഇസ്രായേലുമായി ഏകോപിപ്പിച്ചിട്ടില്ലെന്നും നിലവിലെ സമിതി ഇസ്രായേൽ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് വാദം. ഗസ സമാധാന ബോർഡിലേക്ക് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇനി ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയിലേക്ക് ഇന്ത്യക്കും ക്ഷണമുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. വൈറ്റ് ഹൗസ് ആണ് ഇക്കാര്യം എക്സിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത്. എന്നാൽ ഇന്ത്യ സമാധാന പദ്ധതിയിൽ ചേരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരുവയുടെ പേരിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാവുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനിടയിലാണ് ട്രംപിന്റെ ക്ഷണം എന്നത് വളരെ ശ്രദ്ധേയമാണ്. നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതിയാണ് അമേരിക്ക ചുമത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ചർച്ചകൾ നടത്തുകയാണ്, ഒപ്പിടുന്നതിന് അടുത്താണ് എന്നെല്ലാം റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇതുവരെ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. ഈ സമാധാന പദ്ധതിയിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും ക്ഷണമുണ്ടെന്ന് പാകിസ്ഥാനും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ഈ സമാധാന കരാറിന്റെ ഭാഗമാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഇനി യുഎസിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കടുത്ത നിലപാട് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ട്രംപിന്റെ സഹായിയായിട്ടുള്ള പീറ്റർ നവോറോ. യുഎസുമായുള്ള രാജ്യത്തിന്റെ വ്യാപാര നയത്തെ നിരവധി തവണ വിമർശിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. റഷ്യയുടെ എണ്ണ വാങ്ങി യുക്രൈനെതിരായ യുദ്ധത്തിൽ സഹായിക്കുന്നത് ഇന്ത്യയാണെന്നും ഇന്ത്യക്ക് മേൽ ശക്തമായ താരിഫ് ചുമത്തണമെന്നെല്ലാം നവോറോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാപാര യുദ്ധവും താരിഫ് ഭീഷണിയും എല്ലാം രൂക്ഷമാകുന്നതിനിടെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു വിവാദ പരാമർശവുമായി വന്നിരിക്കുകയാണ് ഇദ്ദേഹം. അമേരിക്കയുടെ വൈദ്യുതി ഉപയോഗിച്ച് ടെക് കമ്പനികൾക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സേവനം നൽകുന്നത് അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടയിലാണ് പീറ്റർ നവോറോ ടെക് കമ്പനികൾക്ക് ഈ മുന്നറിയിപ്പ് നൽകിയത്. നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു, അതായത് ഉപയോക്താക്കൾ കുതിച്ചുയർന്ന സാഹചര്യത്തിൽ AI-യുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള ChatGPT ശ്രമം അത് US വൈദ്യുതി ചെലവ് വർദ്ധിപ്പിച്ചു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഈ വാർത്തകൾക്കിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി പീറ്റർ നവോറോ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ AI സേവനം നൽകാൻ അമേരിക്കക്കാർ എന്തിന് പണം നൽകണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിനെതിരെ ട്രംപിൽ നിന്ന് ശക്തമായ നടപടി പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യ US വ്യാപാര കരാർ അനിശ്ചിതമായി വൈകുന്നതിനിടയിലാണ് ഈ പീറ്റർ നവോറോയുടെ ഈ പ്രസ്താവന എന്നതും നോക്കിക്കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷയമാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിന് സൈനിക പിന്തുണയുമായി യൂറോപ്യൻ രാജ്യങ്ങളിലും ഡെൻമാർക്കും എല്ലാം മുന്നോട്ട് വന്നതും അതുപോലെ ട്രംപ് താരിഫ് ഭീഷണി മുഴക്കിയതും രാജ്യങ്ങൾക്ക് മേൽ പുതിയ താരിഫ് ചുമത്തിയതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, UK, നെതർലൻഡ്, ഫിൻലൻഡ് എന്നീ 8 രാജ്യങ്ങൾക്ക് മേൽ 10% തീരുവയാണ് ട്രംപ് ചുമത്തിയത്. ഇക്കാര്യം തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അറിയിച്ചത്. ജൂൺ മുതൽ ഈ താരിഫ് 10% നിന്ന് 25% വർദ്ധിപ്പിക്കുമെന്നെല്ലാം ട്രംപിന്റെ ഭീഷണിയുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രംപിന് മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് ഫ്രഞ്ച് കൃഷിമന്ത്രി ആനി ജെനിവാർഡ്. 8 രാജ്യങ്ങൾക്ക് മേൽ പുതിയ താരിഫുകൾ ചുമത്തിയ ട്രംപിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്. ഈ താരിഫ് വർധനയിൽ ട്രംപിന് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്കയ്ക്ക് തോന്നുന്നതൊക്കെ ചെയ്യാൻ യൂറോപ്പുകാർ അനുവദിക്കില്ലെന്നുമാണ് ഫ്രഞ്ച് കൃഷിമന്ത്രി പറയുന്നത്. ഈ രാജ്യങ്ങളിൽ UK-യും നോർവേയും ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളാണ്. അതിനാൽ തന്നെ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷം യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ബ്രസൽസിൽ ചർച്ചയും നടത്തിയിരുന്നു. ഈ വാണിജ്യമായി തിരിച്ചടിക്കാൻ യൂറോപ്യൻ യൂണിയനും പ്രഹരശേഷിയുണ്ടെന്നും എങ്കിലും അമേരിക്കയുടെ ഈ സമീപകാല നീക്കങ്ങൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുമെന്നും ആനി ജെനിവാർഡ് പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻലാൻഡിനെതിരായ ട്രംപിന്റെ നടപടികൾ ഒരു തരത്തിലും സ്വീകാര്യമല്ലെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നിലപാട്. ഇനി സിറിയയിലേക്കാണ്. സിറിയയിൽ കുർദിഷ് നേതൃത്വത്തിലുള്ള സേനയ്ക്കെതിരായ മുന്നേറ്റത്തിന്റെ ഭാഗമായി കിഴക്കൻ സിറിയയിലെ തന്ത്രപ്രധാന പട്ടണം പിടിച്ചെടുത്തിരിക്കുകയാണ് സിറിയൻ സർക്കാർ സൈന്യം. റാഖ പ്രവിശ്യയിലെ തബ്കയിലാണ് ഞായറാഴ്ച സൈനിക മുന്നേറ്റം നടന്നത്. ഈ പ്രദേശത്താണ് വ്യോമതാവളവും അണക്കെട്ടുകളും എല്ലാം ഉള്ളത്. അതിനാൽ തന്നെ ഈ നീക്കം വളരെ നിർണായകമാണ്, വളരെ ഗൗരവത്തോടെ കാണേണ്ടതുമാണ്. തബ്ക നഗരത്തിലെ താമസക്കാർ ദേശീയ പതാക വീശി സിറിയൻ സൈനികരെ സ്വാഗതം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ജനുവരി 1 സിറിയൻ സൈന്യവും കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കടുത്ത ഏറ്റുമുട്ടലുകളാണ് നടക്കുന്നത്. കുർദിഷ് പോരാളികളിൽ നിന്ന് വിവിധ നഗരങ്ങളുടെ നിയന്ത്രണം സർക്കാർ സേന ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടെ സിറിയയിൽ US നടത്തിയ ആക്രമണത്തിൽ അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ മാസമുണ്ടായ ആക്രമണത്തിൽ 2 US സൈനികരും ഒരു അമേരിക്കൻ പൗരനും കൊല്ലപ്പെട്ടിരുന്നു. ഇനി നമുക്കറിയാം, ഡൽഹിയിൽ വായുമലിനീകരണം അതുപോലെ ഉത്തരേന്ത്യയിലെല്ലാം അതിശൈത്യവും വായുമലിനീകരണം എല്ലാം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ രൂക്ഷമായ വായുമലിനീകരണത്താൽ ഇന്ത്യയിലും 4 അയൽ രാജ്യങ്ങളുമായി 10 ലക്ഷത്തോളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങളിൽ ഓരോ വർഷവും 10 ലക്ഷം പേർക്ക് അകാല മരണം സംഭവിക്കുന്നു എന്നാണ് ലോകബാങ്കിന്റെ റിപ്പോർട്ട്. വായുമലിനീകരണം മൂലം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 10% സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
ഈ തായ്വാനിലേക്കാണ്. തായ്വാനിൽ ചാരവൃത്തി കേസിൽ മാധ്യമപ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുകയാണ്. തായ്വാനിലെ സൈനിക വിവരങ്ങൾ ചൈനക്കാർക്ക് കൈമാറുന്നതിന് സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ചാണ് അറസ്റ്റുണ്ടായത്. ലിൻ എന്ന ടെലിവിഷൻ റിപ്പോർട്ടറും നിലവിലുള്ളതും വിരമിച്ചതുമായി 5 സൈനിക ഉദ്യോഗസ്ഥരുമാണ് അറസ്റ്റിലായത്. ഇനി ബംഗ്ലാദേശിലേക്കാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ ആക്രമണങ്ങളുടെ വാർത്തകളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗ്ലാദേശിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത ഒരു ഹിന്ദു വ്യാപാരിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഈ കാണാതായ വാഴക്കുലയെ ചൊല്ലിയിട്ടുള്ള തർക്കത്തിലാണ് ഈ ഒരു കുടുംബത്തിലെ 3 പേർ ചേർന്ന് ഈ കൊല നടത്തിയതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഗാസിപൂരിലെ കാളിഗഞ്ചിലാണ് സംഭവം ഉണ്ടായത്. വൈശാഖി സ്വീറ്റ് മീറ്റ് ആൻഡ് ഹോട്ടൽ എന്ന സ്ഥാപനത്തിന് ഉടമയായ ലിട്ടൻ ചന്ദ്രഘോഷ് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പ്രതികളിൽ ഒരാളുടെ വാഴത്തോട്ടത്തിൽ നിന്ന് കാണാതായ ഒരു വാഴക്കുല ലിട്ടൻ ഘോഷിന്റെ കടയിൽ നിന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞുണ്ടായ തർക്കമാണ് ഈ സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും എല്ലാം കലാശിച്ചത്. എന്തായാലും രാജ്യത്തെ ഹിന്ദു വിരുദ്ധ ആക്രമണങ്ങളുമായി ഈ സംഭവത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്.